കോട്ടയം പാലയിൽ വിദ്യാർത്ഥിയെ നഗ്നനാക്കി വീഡിയോ ചിത്രീകരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പാല സെന്റ് തോമസ് സ്കൂളിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ ക്ലാസ്സിലുള്ള മറ്റു വിദ്യാർത്ഥികൾ ചേർന്ന് ഉപദ്രവിച്ചുവെന്നാണ് പരാതി. സിനിമ കണ്ട് പ്രചോദനം തോന്നിയാണ് ഈ ക്രൂരത നടത്തിയെന്നാണ് വിവരം. തെലുങ്ക് സിനിമ പുഷ്പ സിനിമയുടെ അനുകരണമാണ് വിദ്യാർത്ഥികൾ നടത്തിയതെന്ന് സ്കൂൾ അധികൃതർ വ്യക്തമാക്കുന്നു. അല്ലു അർജുന്റെ സിനിമയിൽ നായകനെ നഗ്നനാക്കുന്ന രംഗങ്ങൾ കുട്ടികൾ അനുകരിക്കുകയായിരുന്നുവെന്നാണ് വിശദീകരണത്തിൽ പറയുന്നത്. ക്ലാസ് മുറിയിൽ അധ്യാപകർ ഇല്ലാതിരുന്നപ്പോഴാണ് ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത്. കഴിഞ്ഞ ജനുവരി 10-ന് സമാന രീതിയിൽ ദൃശ്യങ്ങൾ എടുത്തിരുന്നു. വ്യാഴാഴ്ച വീണ്ടും സഹപാഠികൾ ആവർത്തിച്ചതോടെയാണ് കുട്ടി പരാതി നൽകിയത്. വിദ്യാർത്ഥിയുടെ വസ്ത്രം ഊരി മാറ്റുകയും അത് വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുകയും ചെയ്തു. വിദ്യാർത്ഥിയുടെ നഗ്ന ദൃശ്യങ്ങൾ അടങ്ങിയ വീഡിയോ പ്രചരിപ്പിച്ചുവെന്നാണ് പരാതി. സ്കൂളിൽ നടന്നത് റാഗിംഗ് ആണെന്നാണ് പോലീസ് റിപ്പോർട്ട്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നു. തുടർന്ന് വിദ്യാർത്ഥിയുടെ അച്ഛൻ പാല പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയായിരുന്നു. പരാതിയിൽ വിശദമായ അന്വേഷണം നടത്തിയ ശേഷം നടപടിയെടുക്കുമെന്ന് പോലീസ് പറഞ്ഞു. എതിർക്കാൻ ശ്രമിച്ചെങ്കിലും നിലത്ത് വീണ വിദ്യാർത്ഥിയെ സഹപാഠികളായ 2 പേർ ചേർന്ന് പിടിച്ചുവെച്ച് ഉപദ്രവിക്കുകയായിരുന്നു. ശേഷം ബലമായി വസ്ത്രങ്ങൾ ഊരിമാറ്റി ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു. സ്കൂളിലെ 7 വിദ്യാർത്ഥികൾ ചേർന്നാണ് സഹപാഠിയായ വിദ്യാർത്ഥിയെ ആക്രമിച്ചത്. വിദ്യാർത്ഥികൾക്കെതിരെ അക്രമത്തിനിരയായ വിദ്യാർത്ഥി സ്കൂളിൽ പരാതി നൽകിയിട്ടുണ്ട്. ജുവനൈൽ ജസ്റ്റിസ് ബോർഡിനും CWCക്കും ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾക്കെതിരെ തുടർ നടപടി വരും. 7 കുട്ടികളാണ് പ്രതിസ്ഥാനത്തുള്ളത്.